ഡൽഹിയിൽ 11 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നു. മെഹ്റൗലിയിൽ കുടുംബത്തോടൊപ്പം പാതയോരത്ത് ഉറങ്ങുന്നതിനിടെയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഗുരുഗ്രാമിലെ വനത്തിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തു. സംഭവത്തിൽ ഓൺലൈൻ ടാക്സി തൊഴിലാളി ബബ്ലു അറസ്റ്റിലായി. അജയ് സുധാബിജുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, കുടുംബത്തിലെ 4 കുട്ടികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ പാതയോരത്ത് ഒരു വാടക വീട്ടിലായിരുന്നു. അതിനുശേഷം പാതയോരത്ത് താമസിക്കുകയായിരുന്നു എന്ന് മനസ്സിലായത്. പോലീസ് എപ്പോഴാണ് ഈ പ്രതിയെ പിടികൂടിയത്? ഇയാൾ എങ്ങനെയാണ് കുറ്റം സമ്മതിച്ചത്? നൂറുകണക്കിന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവറായിട്ടുള്ള ബബ്ലു നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഈ കുട്ടിയുടെ കുടുംബം യഥാർത്ഥത്തിൽ ബീഹാർ സ്വദേശികളാണ്. ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ 4 കുട്ടികളുമായി ഇവർ പാതയോരത്ത് കിടന്നുറങ്ങുകയായിരുന്നു. അങ്ങനെ ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഇയാൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത്. പുലർച്ചെ 5 മണിക്ക് മെഹ്റൗലിയിലുള്ള CDR ചൗക്ക് എന്ന് പറയുന്ന മേഖലയിൽ വെച്ചാണ് ഇയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് വിവരമുള്ളത്. അതിനുശേഷം കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷകർത്താക്കൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. അങ്ങനെ തുടർന്ന് മേഖലയിലുള്ള നിരവധി CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ച് ഈ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഈ പ്രതിയെ കണ്ടെടുത്തപ്പോഴേക്കും സംഭവം ഒരുപാട് വൈകിയിരുന്നു. ഈ പ്രതി പിടിയിലായി. പക്ഷേ ഈ കുട്ടിയുടെ മൃതദേഹം പിന്നീട് അതിനുശേഷം ഗുരുഗ്രാമിലുള്ള ഒരു കാട്ടിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ഇതൊരു പാതയോരത്ത് തന്നെയായിരുന്നു ഈ കുട്ടിയുടെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെടുത്തത്. ഈ പ്രതിയെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇയാൾ തന്നെയാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കുട്ടിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി തുടർന്ന് ഗുരുഗ്രാമിൽ എത്തിച്ചതിന് ശേഷം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം മൃതദേഹം അവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ കുടുംബം ബീഹാറിൽ നിന്ന് ഡൽഹിയിൽ എത്തിയതിന് ശേഷം അവിടെ ചെറുകിട തൊഴിലുകളെല്ലാം ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഈ കുട്ടി ട്രാഫിക്കിൽ ബലൂൺ വിറ്റാണ് ജീവിച്ചിരുന്നതെന്നാണ് വിവരമുള്ളത്. 4 മക്കളിലുള്ള ഒരു കുട്ടിയാണ് ഈ 11 വയസ്സുകാരി. ആ കുട്ടിയാണ് കൊല്ലപ്പെട്ടത്. വളരെ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. ഈ പ്രതിയിലേക്ക് പോലീസിന് എത്തിച്ചേരാനായത് വെറും 6 മണിക്കൂറിനിടയ്ക്കാണ്. ഈ ഒരു 6 മണിക്കൂറിനിടെയുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. പ്രതിയെ കൃത്യമായി പിടികൂടി. ഇയാൾ കുറ്റവും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടി അതിനിടയിൽ മരണപ്പെട്ടു. അത് തീർച്ചയായിട്ടും ഒരു അപലപിക്കേണ്ട ഒരു ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. ശരി, വ്യക്തമാണ്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.